അതിലെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോഴും ആശുപത്രിയിൽ ICUവിലാണെന്നാണ് പറയുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ഷാഫിയെ സമരത്തിനിടയിൽ ഇതുപോലുള്ള തിരക്കെന്ന് പറഞ്ഞാൽ ഗംഭീര തിരക്ക ബഹളമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു വലിയ കൂട്ടത്തിനിടെ ഷാഫിക്ക് പരിക്ക് പറ്റുന്നു. ഷാഫിയെ തല്ലിയത് തിരുവനന്തപുരത്തുകാരനായ പാർട്ടി അനുഭാവിയായ ഒരു പോലീസുകാരനാണ് എന്ന് ഷാഫി തന്നെയാണ് പത്രസമ്മേളനത്തിൽ പറയുന്നത്. ഷാഫിയെ തല്ലിയനെ കളിയാക്കിയ SFIക്കാരും അല്ലെങ്കിൽ LDFകാരും CPMകാരും. ഷാഫിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് ഷാഫിയുടെ തല്ലിന് ഓപ്പറേഷൻ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ മീശ വടിക്കാതെ ഓപ്പറേഷൻ നടത്തിയോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി വിട്ട സുഹൃത്തുക്കൾ, അദ്ദേഹത്തോടൊപ്പം തന്നെ എതിർ പാർട്ടിയിൽ നിൽക്കുന്ന യുവ നേതാക്കളും അല്ലാതെ. ഇപ്പം നമ്മുടെ ചോദ്യം, ഷാഫിക്ക് പറ്റിയതിൻ്റെ 7 എല്ലത്ത് പോലും വരാതിരുന്ന വീണയ്ക്ക് പറ്റിയ ഈ സംഗതിയിൽ MP ജയരാജനൊക്കെ ഇന്ന് രാവിലെ പറഞ്ഞ വർത്തമാനവുമായിട്ടും അവരുടെ നേതാക്കൾ ഷാഫിയെ പറഞ്ഞ വർത്തമാനവുമായിട്ടും നമുക്കൊന്ന് കമ്പയർ ചെയ്തൂടെ? അത് എങ്ങനെയാ, ഏത് തരത്തിലാണ് താരതമ്യം ചെയ്യേണ്ടതുള്ളതാണ് ഒരു പ്രധാന രീതി. അങ്ങനെ ഷാഫിയുടെ ഒരു വിഷ്വൽസ് നമ്മളെല്ലാവരും കണ്ടതാണ്. മൂക്കിൽ നിന്ന് നല്ല രീതിയിൽ രക്തം ഒലിച്ച്, എന്നിട്ട് പോലും ആ ഒരു അല്ലെങ്കിൽ താൻ ആ ഒരു സമര സമയത്ത് എന്തിനാണ് ആ ഒരു വടകരയിലെ തെരുവിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ പറയുന്ന രീതിയിൽ ഗുണ്ടകൾ എന്ന് തന്നെ നമുക്ക് വിളിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ജനപ്രതിനിധിയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. പ്രോട്ടോകോൾ അനുസരിച്ച് ഏതൊരു സമരമുഖത്തിലേക്ക് ഒരു മന്ത്രിയോ MP യോ MLA ഒക്കെ വരുന്ന സമയത്ത് കൃത്യമായ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോളൊന്നും പലപ്പോഴും ഈ പറയുന്ന പ്രതിപക്ഷ സമരങ്ങളിൽ നമ്മൾ കാണാറില്ല. അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഭരണപക്ഷത്തിൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും പുതിയ റോളുകൾ വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നിങ്ങൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ട, ഞങ്ങളുടേതായിട്ടുള്ള ആൾക്കാർ തല്ലാൻ വരും, അവർ തല്ല് കൊണ്ട് തിരിച്ചു പോകണം എന്നുള്ള രീതികൾ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പൊ ആ രീതിയിൽ ഷാഫി പറമ്പിലിന്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നതും ഇതാണ് അവസ്ഥ. കാരണം നമ്മൾ ഒരു പ്രതിഷേധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്ന രീതിയിൽ ഷാഫി പറമ്പിൽ ആക്രോശിച്ച് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രീതിയിൽ മന്ത്രി വീണ ജോർജിനെ ഷാഫിയെ തല്ലിയത് ആരാണെന്നും ഷാഫി തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്ഥിരം പാർട്ടി ഓഫീസിൽ വന്നു കയറി ഇറങ്ങിപ്പോകുന്ന ഒരു പോലീസുകാരൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട പോലീസിലെ ക്രിമിനലുകളുടെ പേരിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനാണ്. എന്നിട്ട് എന്ത് നടപടിയാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്? അല്ല, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. സാധാരണ ഈ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഒരു ആൾക്കാര് ആ രീതിയിലാണ് ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഇവരാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഈ പറയുന്ന ജനപ്രതിനിധിയുടെ അടുത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ആക്രമണമോ അല്ലെങ്കിൽ അവരുടെ ജീവൻ ആപത്തോ വരാതിരിക്കാനുള്ള സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുടെ ഭാഗത്ത് തന്നെയാണ് ഷാഫിക്ക് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് മന്ത്രിയുടെ വീണ ജോർജിന്റെ നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ കൃത്യമായി കൊടുക്കുന്നത് നമ്മൾ കാണുന്നത്. കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കൊടുക്കേണ്ടതില്ലേന്ന് ചിലർ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും കൊടുക്കണം. അവർ നമ്മുടെ മന്ത്രിയാണ്, ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള റെസ്പെക്ട് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അവരുടെ ആ ഒരു ജീവന് അല്ലെങ്കിൽ അതിന് നമുക്ക് വിലയുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന വീണ ജോർജ് അവർ എത്രത്തോളം അഴിമതി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി മേഖല അനുസരിച്ച് അത്ര പോരാന്നുണ്ടെങ്കിൽ തന്നെ അത് ആ രീതിയിലാണ്. നമുക്ക് ഈ പറയുന്ന ഒരു വ്യക്തിയെ ആക്രമിച്ച് ഒന്നും നേടാനില്ല. കോൺഗ്രസിന് ആക്രമണം അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. മന്ത്രി എന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന കരിങ്കൊടി കാണിക്കുന്ന ആൾക്കാർ ഇവരുടെ മുന്നിലേക്ക് വന്നാണ് ഈ പറയുന്ന കരിങ്കൊടി കാണിക്കുന്നത്. ആ സമയത്തും കൃത്യമായി വീണ ജോർജിനെ വളയുന്നുണ്ട് പോലീസുകാർ, അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. തിരിച്ച് വീണ ജോർജാണ് അങ്ങോട്ട് പോയി ആക്രോശിക്കുന്നത്. ഇവർക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവരെന്നെ കാണിച്ചത് കണ്ടില്ലേ? ആ രീതിയിൽ വീണ ജോർജ് ആ സമയത്ത് വളരെയധികം അഗ്രസീവായി പെരുമാറുന്നത് നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് CPMന്റെ ഇരട്ടത്താപ്പാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്നും അപ്പുറത്തെ വശത്തേക്ക് ആൾക്കാർക്ക് കിട്ടുമ്പോൾ അത് വെറും അഭിനയവും, ഇപ്പുറത്ത് ഓസ്കാർ കിട്ടേണ്ട രീതിയിൽ ഇപ്പോ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പട്ടുസാരി എടുത്ത് വളരെ ഒരു ടൂറിനൊക്കെ പോയ രീതിയിലേക്ക് ICUവിൽ കിടക്കുന്ന മന്ത്രി. ഇതാണ് ശരിക്കും ട്രോളുകളിൽ നിറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ മന്ത്രിമാരും അതേപോലെ മന്ത്രിസഭാ അംഗങ്ങളാണെങ്കിലും മുഖ്യമന്ത്രിയും എല്ലാവരും നമ്മുടെ മന്ത്രിയെ പോയി കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് നിങ്ങൾ അഭിനയമാണെന്ന് പറയുന്നില്ല? അല്ലെങ്കിൽ ഇത്രയധികം പ്രൊട്ടക്ഷൻ്റെ അകത്ത് അല്ലെങ്കിൽ 7-8 പോലീസുകാരുടെ വളയത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു മന്ത്രി അവരെ കൃത്യമായി അടിക്കുകയോ അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന രീതിയിൽ വധശ്രമത്തിനൊക്കെയാണ് പലരും പറയുന്നത്. ആ രീതിയിലാണ് പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ പറയുന്ന ഒരാളെ ഈ ഇത്രയും അധികം വളയത്തിന്റെ അകത്ത് അവർക്ക് അത്തരത്തിൽ രീതിയിലുള്ള പരിക്കുകൾ ആരും കൊടുത്തിട്ടില്ല, ഒന്നും അടിച്ചിട്ടില്ല, അല്ലെങ്കിൽ യാതൊരു രീതിയിൽ അങ്ങനെ ഒന്നും അവർക്ക് സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആള്
എന്തുകൊണ്ട് ഇത് അഭിനയമാണെന്ന് നിങ്ങൾ പറയുന്നില്ല? ഇതൊരു അല്ലെങ്കിൽ ഇത് നമുക്ക് സംഭവിക്കുന്ന സമയത്ത് ഇത് വളരെ വലിയൊരു കാര്യവും അപ്പുറത്തെ പ്രതിപക്ഷത്തിലേക്ക് നമ്മൾ പോയി തല്ലി ചതച്ചാൽ പോലും ഇതിനു മുമ്പൊരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളത് ചേട്ടാ, നമ്മുടെ മുഖ്യമന്ത്രി പോകുന്ന സമയത്ത് കരിങ്കൊടി കാണിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആൾക്കാരെ ഹെൽമറ്റിനെ അടിക്കുന്നത് ഇത്രയധികം ഭീകരമായിട്ടൊക്കെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഈ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വടിയെടുത്ത് അടിക്കുക അല്ലെങ്കിൽ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്ക് അടിക്കുക, ഇങ്ങനെ ഈ ഒരു അവസ്ഥ നമ്മൾ അപ്പോഴാണ് കാണുന്നത്. ആ സമയത്ത് പോലും ഇദ്ദേഹം പറഞ്ഞൊരു വാക്കെന്ന് പറയുന്നത്, ശരിക്കും നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു നടനാണ്. അദ്ദേഹം പറഞ്ഞത്, അവര് വണ്ടി തട്ടുമോ എന്നുള്ള ഭയം കൊണ്ട് എന്റെ സെക്യൂരിറ്റീസ് അവരെ പിടിച്ചു മാറ്റുന്നതാണ്. നമ്മൾ ഇതുവരെ നാട്ടിൽ ചെടിച്ചട്ടി എടുത്ത് തലകിട്ട് അടിച്ചിട്ട് പിടിച്ചു മാറ്റുകയാണ്, അവരുടെ എന്താ പറയാ, അവരുടെ ആരോഗ്യം അല്ലെങ്കിൽ അവർക്ക് പരിക്ക് പറ്റുന്ന രീതിയിൽ രക്ഷിക്കുകയാണെന്ന് പറയുന്ന മറ്റൊരാള് പറയുന്ന മുഖ്യമന്ത്രി മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കപ്പിത്താനുള്ള കപ്പലിലെ ഒരു സഞ്ചാരി എന്ന നിലയിൽ ഇവരും മികച്ചൊരു അഭിനേതാവാണെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലാണ് ഇവർ പ്രതികരിച്ചിട്ടുള്ളത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കാണുമ്പോൾ പോലും പറയുന്നത് ഇത് വെറും അഭിനയമാണ്. കാരണം ഈ തല പൊട്ടി ചോര ഒലിച്ച് നിൽക്കുന്ന ഒരാളെ കാണുമ്പോഴും പറയുന്നത് അത് ടൊമാറ്റോ സോസ് ആയിരിക്കും എന്ന രീതിയിലാണ് ഇവർ പ്രതികരിക്കുന്നത്. ചായം തേച്ചതാണോ എന്ന് സംശയം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, അങ്ങനെയാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു MP-യെ അതിൽ ഇപ്പോൾ അല്പം മുമ്പ് ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു MP-യെ സംരക്ഷിക്കേണ്ട പോലീസ്, MP-യെ തല്ലിയ പോലീസ്, അതിനിവിടെ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? അതിനിവിടെ ഉണ്ടായിട്ടില്ല. അതായത് മുഖ്യമന്ത്രി തന്നെ പോലീസിലെ ക്രിമിനലുകളെ പിരിച്ചുവിട്ടവരുടെ കൂട്ടത്തിൽ പറഞ്ഞ പേരുകാരനാണ് ആ പോലീസുകാരൻ. എന്നിട്ട് ആ പോലീസുകാരൻ തിരിച്ച് ഞാനല്ല അടിച്ചതെന്നും തിരിച്ച് മാധ്യമങ്ങളോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്, ഇവർക്ക് ഈ പറയുന്ന പോലെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഇവർക്ക് ഈ അധികാരത്തിന്റെ ഹുങ്ക് അത്ര കണ്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ്. അല്ല, ഇതൊക്കെ കേൾക്കുന്ന സമയത്താണ് ചേട്ടാ, ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് വടകരയിൽ അയാൾക്ക് സ്വന്തമായിട്ട് മൂക്കിലിടിച്ച് പരിക്കുണ്ടാക്കി ചോര ഒലിപ്പിച്ചിട്ട് അവിടെ ഒന്നും കിട്ടാനില്ല. അയാളെ സംബന്ധിച്ച് അയാൾക്കുണ്ടായ ഭൂരിപക്ഷം CPM പോലും കണ്ണു തള്ളി പോകുന്ന ഈ പറയുന്ന ശൈലജ ടീച്ചറെ തള്ളിക്കൊണ്ടുണ്ടായ വൻ ഭൂരിപക്ഷം ഷാഫിയുടെ ജനപിന്തുണയിൽ മാത്രമല്ല, കോൺഗ്രസിനകത്തിലെ പല യുവ നേതാക്കളുടെയും ജനപിന്തുണയിൽ അങ്ങനെ ഒരു പിന്തുണയുള്ള ഒരാളാണ്. സ്വന്തമായി മൂക്കിലിടിച്ച് പരിക്കുണ്ടാക്കിയിട്ട് അവിടെ ചോര ഒലിപ്പിച്ചാണ് ഈ പറയുന്ന രീതിയിൽ ഷാഫി സ്വന്തമായിട്ട് പരിക്കുണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെയാണ് ഇവർ വളച്ചുകെട്ടി സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചെന്തുകൊണ്ട് ഇവർക്ക് പറഞ്ഞുകൂടാ? പ്രതിപക്ഷത്തിന് ഉറപ്പായിട്ടും അത് പറയാൻ അർഹനായിട്ടുള്ള ആളാണ് ഷാഫി എന്ന് പറയുന്നത്. കൃത്യമായി നോക്കുകയാണെങ്കിൽ ആരോഗ്യ മേഖലയിൽ വൻ പിഴവുകൾ ഉണ്ടാവുന്നു. എവിടെ നോക്കിയാലും സർക്കാരിന്റെ അഴിമതി മാത്രം. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് KSU പ്രവർത്തകരുടെ തലയിലേക്ക് നമ്മുടെ ഒരു മന്ത്രിയെ വധശ്രമത്തിന് കൊടുത്തു. ഇതാണ് ഇനി മുതലുള്ള ന്യൂസ് വാല്യൂ കണ്ടന്റ് എന്ന് പറയുന്നത്. അത്യാസന്ന നിലയിൽ കിടക്കുന്ന ആരോഗ്യമന്ത്രി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇവിടെ കാഴ്ചവെച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു അഭിനയം ആണ്, അല്ലെങ്കിൽ ആ അഭിനയ പ്രകടനത്തിൽ തകർത്ത് നിറഞ്ഞാടുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെന്ന് എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് പറഞ്ഞുകൊണ്ട്? അതിന് പറയാൻ ഏറ്റവും അർഹനായിട്ടുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കേൾക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോ വീണ ജോർജ് സുഖമായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ തിരിച്ചു വന്ന് മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ, ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളും ഈ പറയുന്ന രീതിയിൽ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ ഈ പറയുന്ന ആക്രമണത്തിൽ നിന്നുള്ള പരിക്കിന്റെ തീവ്രത വിളിച്ചു പറയുമ്പോൾ, അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇരുന്ന് അത് നിങ്ങളുടെ അഭിനയമായിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. കാരണം ഇതാണ് നിങ്ങൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്.